യെസ്, വെൽക്കം ടു. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണ്? പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകം കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇന്ന് സൺഡേ ആണ്, രാവിലെ തന്നെ വന്നിട്ടുണ്ട്. തെയ്യെല്ലാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തെയ്യം കാണാൻ പറ്റും. 3 വരെയാണ് തെയ്യങ്ങൾ. കുറേ അധികം തെയ്യമുണ്ട്. 28 വർഷത്തിന് ശേഷമാണ് പിന്നെ പെരുങ്കളിയേട്ടം. കുറേ തെയ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ഓക്കെ ആസ്വദിക്കുക. യെസ്, അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഇന്നത്തെ. ഓക്കെ, എല്ലാ ദിവസവും ഉണ്ടാവുക? എല്ലാ ദിവസവും അറിയില്ല, വരാൻ പറ്റുമെന്ന് വരാൻ പറ്റുന്ന ദിവസത്തെ വീഡിയോ കാണിക്കാം. ഓക്കെ, വലിയൊരു വെല്ലുമുടി തെയ്യത്തിൻ്റെ ഒരു സ്റ്റാച്ചു. ഉള്ളിലേക്ക് പോവാം. പറയൂ മാഡം. ആക്ച്വലി സൈഡിലെല്ലാം മൺചിരാത് വെച്ചിട്ടുണ്ട്. രാത്രി കത്തിക്കുമ്പോൾ നല്ല രസമുണ്ടാവും. നമ്മളിപ്പോൾ ആക്ച്വലി വരുന്നത് പാസ്പോർട്ട് ഓഫീസിൻ്റെ സൈഡിലേക്കൂടെയുള്ള എൻട്രൻസിലേക്കൂടെയാണ്. അപ്പുറം പെട്രോൾ പമ്പിൻ്റെ അതിലേക്കൂടെയുള്ള എൻട്രൻസ് ഉണ്ട്. അതിലേക്കൂടെ എല്ലാം വരാം. ആക്ച്വലി ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആർച്ച് ആക്കിയിട്ടുണ്ട്, ലൈറ്റെല്ലാം വെച്ചിട്ട്. ആക്ച്വലി അവിടെ ലൈറ്റെല്ലാം കത്തിച്ചാൽ നല്ല രസമുണ്ടാവും അല്ലേ? കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയോ കണ്ട് പരിചയമുള്ള പോലെ. മനസ്സിലായില്ലേ? ഇങ്ങനെ കയറിപ്പോയാൽ ഇവിടെ വരുന്നത് വേറൊരു എൻട്രൻസ് ഉണ്ട്. നമ്മളെ വാ, നമുക്ക് ഇതുവഴി പോയാലോ? ഇതുവഴി പോവാം. ഈ വരുന്ന എൻട്രൻസിൽ ആക്ച്വലി ഇവിടെയുള്ള തെയ്യത്തിൻ്റെ എല്ലാം ഫോട്ടോസ് ഉണ്ട്. എണ്ണിക്കോ നിങ്ങൾ എത്ര തെയ്യം ഉണ്ടെന്ന്.
തെയ്യം ആക്ച്വലി ഇവിടെ ഇല്ലതാണ്. ഞാൻ അങ്ങോട്ട് പരിപാടി പുറത്ത് വന്നിട്ട് ബാക്കിലേ വന്നിട്ട് പേടിപ്പിക്കുന്ന. യെസ്, ഞങ്ങൾ എണ്ണയ്ക്കോ ഇതൊക്കെ ഫില്ല് ചെയ്യണം അത്ര. നമ്മൾ വരുന്ന സമയത്തൊക്കെ വെക്കുമായിരുന്നു, ഇനിയും ഫില്ല് ചെയ്യാനുണ്ട് അത്ര എൻ്റെ ഫോട്ടോസൊക്കെ. ആക്ച്വലി ഇപ്പോൾ രാവിലെ വൈകുന്നേരം അമ്പലത്തിന് ദീപം കൊണ്ടുവന്നതേ ഉള്ളൂ. വൈകുന്നേരമാണ് തെയ്യം സ്റ്റാർട്ട് ചെയ്തത്. വെക്കാനുള്ള ഫോട്ടോ ഒക്കെ താഴെയുണ്ട്, കുറേ ഫില്ല് ചെയ്യാണ്ട് അത്ര. ഇതൊന്നും വേണ്ട, അത് 3 ഇനി എന്താ വേണ്ടി 2 മാർക്കിൽ ഇപ്പോൾ എടുത്തോ. ഇത് എടുക്കാണ്ട് ഞാൻ മോഡലാക്കി അവർ ആ അപ്പോൾ ഇത്രയും തെയ്യങ്ങളാണ് ഇങ്ങനെ കാണാം, അങ്ങേ അറ്റം വരെ ഇത്രയും തെയ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ ഏത് ദിവസം വന്നാലും 25-ാം തീയതി 3-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ വന്നാലൊക്കെ ഇത്രയും തെയ്യം നിങ്ങൾ കാണാൻ പറ്റും ഓരോ ദിവസമായിട്ട്. പിന്നെ അറിഞ്ഞില്ല എന്നുണ്ട ആ ഒരു ഗേറ്റ് ഉണ്ടോ, അതാ അവിടെയാണ് ഭക്ഷണം. യെസ്, ആ കാണുന്ന അവിടെ ഫുഡ് ഉണ്ടാവും ഉച്ചയ്ക്ക്. ഇനിയിപ്പോൾ സമയമായിട്ടാണ്, ഇനിയിപ്പോൾ 11 മണി കഴിഞ്ഞ് 11:30 ആയതേ ഉള്ളൂ. എനിക്കൊന്ന് ഉച്ചയ്ക്കും രാത്രിയെല്ലാം ഭക്ഷണമുണ്ട്, അപ്പോൾ എല്ലാവർക്കും വരാം, സദ്യ കഴിക്കാം. നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല കുറേ ഗെയിംസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങൾ. ചന്തയൊക്കെ വരുന്നതേ ഉള്ളൂ, തുടങ്ങിയതല്ലോ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോയാൽ ആ ഭാഗത്ത് കുറേ ഗെയിംസും ജൈൻറ്റ് വീലും മറ്റേ ആ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറേ പിള്ളേർക്ക് പറ്റുന്ന സാധനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റോളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വരിക. അങ്ങ് അവിടെ വന്നു, ഇങ്ങനെ നടന്നു. ഇനി ഇവിടെ സ്റ്റാളിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട്, തുടങ്ങിയതല്ലോ, സ്റ്റാളൊക്കെ വരുന്നതേ ഉള്ളൂ. ഇവിടെ സ്റ്റാളിൻ്റെ ഏരിയ ആയിരിക്കും, നോ പാർക്കിംഗ് കാണുന്നുണ്ട്. ഇനി ഇങ്ങനെ പോകണം. ഞാൻ സ്പീഡാക്കും. ഇവിടെയൊക്കെ പാർക്കിംഗ് ഏരിയ ആണ്. ഡേ ടൈം ആയതുകൊണ്ട് ഇവിടെ ഒന്നും അധികം വണ്ടിയൊന്നും ഇല്ലാത്തത്. നൈറ്റൊക്കെ അവിടെ കൂടെ കാലെത്താൻ സ്ഥലം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. സൈഡിലെല്ലാം ലൈറ്റ് കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഇത്രയും വർഷത്തിന് ശേഷമുള്ളതായതുകൊണ്ട് തന്നെ ഭയങ്കര ഗംഭീരമാക്കുന്നുണ്ട്. ആഫ്റ്റർ 28 years. സ്വാഗതം കാപ്പാട്ട് ഫെസ്റ്റിവൽ ഇന്റർനാഷണൽ എക്സിബിഷൻ. മാർച്ച് 3 വരെ ഉണ്ട്. മാർച്ച് 3 വരെ. പണ്ടത്തെ എന്ത് തിയേറ്റർ, ദിവ്യ ടാക്കീസ്. ദിവ്യ ടാക്കീസിൻ്റെ ആ കോമ്പൗണ്ടിലാണ് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ അത്രയും ഏരിയയിൽ ഇതുണ്ട് എക്സിബിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഒക്കെ സ്റ്റാളും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ അവിടെ. ടിക്കറ്റ് ആക്ച്വലി മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 30 രൂപ. അപ്പൊ എനിക്ക് 30 മതി. അപ്പൊ എനിക്ക് 30 മതി. എത്ര 30? ഇതിനകത്താണ്. ഇപ്പൊ ആക്ച്വലി തുറന്നിട്ടില്ല. വൈകുന്നേരമായിരിക്കും. പ്രദർശന സമയം 3 മണി മുതൽ 11 മണി വരെ. അവിടെയാണ്. അപ്പൊ വൈകുന്നേരം 3 മുതൽ രാത്രി 11 മണി വരെയാണ് എക്സിബിഷൻ്റെ പ്രദർശനമുള്ളത്. അപ്പോൾ ഇന്നൊന്നുമില്ല. അപ്പോൾ ഇവിടെ വരെയാണ് കാര്യങ്ങൾ. രാത്രി നോക്കിയാൽ കാണാം, അതവിടെ മറ്റേ ഈ കറങ്ങുന്ന സാധനം വേറെ എന്തൊക്കെയോ ഉണ്ട് അതിനകത്ത്.